അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരത്തിൽ നിന്നിട്ട് വിടവാങ്ങുന്ന സന്ദർഭത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ് നാം ചൊല്ലേണ്ടത്. ചില സഹാബാക്കൾ നിന്നിട്ട് അള്ളാഹു അക്ബർ എന്ന ശബ്ദം കേട്ടു എന്ന് പറയുന്നതായി കാണുന്നു. അതിനെ ജമ്മ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമാമുകൾ പരിശ്രമിച്ചപ്പോൾ അത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് പോലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന അദ്കാറുകൾ കേട്ടപ്പോൾ ചിലർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തതായിരിക്കാം. എന്നല്ലാതെ സലാം വിട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി എപ്പോഴും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി എന്നല്ല അതുകൊണ്ട് ഉദ്ദേശമെന്ന് പണ്ഡിതന്മാരിൽ നിന്നിട്ട് പലരും മറുപടി പറഞ്ഞവരുണ്ട്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ശരിയായിട്ട് തോന്നുന്നത്. കാരണം എല്ലാ ഇമാമുകളും നമ്മുടെ മുഹദ്ദിസുകളും ഐക്യകണ്ഠേന യോജിച്ചൊരു കാര്യമാണ് സലാം വീട്ടിയ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് പറയണമെന്നത്. അള്ളാഹു അക്ബർ പറയണമെന്ന് ആരും സ്ഥാപിച്ചു പോയിട്ടില്ല. പക്ഷെ ആ ഹദീസ് അങ്ങനെയുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് വിടവാങ്ങിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കൽ അള്ളാഹു അക്ബർ കേൾക്കുമ്പോഴാണ്. അത് കൂട്ടത്തിൽ അള്ളാഹു അക്ബർ ഉള്ളത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതിന് ശേഷം ദിക്റുകൾ ചെല്ലുന്ന കേൾക്കുമ്പോൾ ആ ദിക്റിലൂടെ ഇപ്പോൾ റസൂലുള്ളാഹി നിസ്കാരത്തിൽ നിന്നിട്ട് ഒഴിവായി എന്ന് മനസ്സിലാക്കി എന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കാറുണ്ട് എന്നാണ്, അതുകൊണ്ട് വിവക്ഷ എന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറയുന്നത്. അത് തന്നെയായിരിക്കും ശരിയായ അഭിപ്രായമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.